ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ പഞ്ചമിയാണ്. ശനിയാഴ്ചയും രേവതി നക്ഷത്രവും പഞ്ചമി തിഥിയും ഒന്നിച്ച് വന്നിരിക്കുന്ന ഒരു ദിവസം. നാളത്തെ ദിവസം നമ്മുടെ വേദനകളും വിഷമങ്ങളും എന്താണെങ്കിലും അത് പൂർണ്ണമായി നമ്മെ വിട്ട് പോവാൻ വേണ്ടി ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. 5 പ്രാവശ്യം മാത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതിയാവും. നമ്മുടെ ശത്രുക്കൾ എന്തു തന്നെയായാലും ആ ശത്രുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള സേനയുടെ നായികയാണ് വരാഹിയമ്മ എന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ലളിതാദേവിയുടെ സൈന്യത്തിൻ്റെ നായികയാണ് അമ്മ. അമ്മയ്ക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പൂർണ്ണമായ ഭക്തിയോടുകൂടി വാരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ശത്രുക്കളുടെ ശല്യം ഉണ്ടാവുകയേയില്ല. നമ്മളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്യണം, നമ്മളിൽ എന്തെങ്കിലും ദൃഷ്ടിദോഷമേൽക്കണം, ബ്ലാക്ക് മാജിക് ചെയ്യണം, അങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം അവരുടെ ആ ചിന്തകളെയൊക്കെ തവിട് പൊടിയാക്കാൻ കഴിവുള്ള ശക്തിയുള്ള അമ്മയാണ് വരാഹിയമ്മ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ പോയി ദേവിയെ പൂജിക്കുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും വേണമെന്നില്ല. അമ്മയുടെ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ വിഗ്രഹം കയ്യിലുള്ളവർ തീർച്ചയായിട്ടും പഞ്ചമി തിഥികളിലെങ്കിലും അഭിഷേകം ചെയ്യാൻ ശ്രമിക്കണം. അഭിഷേകം ചെയ്യാതെ നമ്മളൊരു വിഗ്രഹം വാങ്ങിച്ചു വെച്ചാൽ പ്രത്യേകിച്ച് അതിനൊരു ഗുണവും ഉണ്ടാവുകയില്ല. ഫോട്ടോയുള്ളവർ അതൊക്കെ തുടച്ച് അമ്മയ്ക്ക് പൊട്ടൊക്കെ തൊട്ട് ചുമന്ന കളറിലെ പൂക്കളൊക്കെ സമർപ്പിച്ച് ദേവിക്ക് മുൻപിൽ 5 ദീപങ്ങൾ കൊളുത്തി വെക്കുക. കാരണം പഞ്ചമി നായികയാണ് ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 5 ദീപങ്ങൾ കൊളുത്താൻ പറയുന്നത്. അത് പ്രത്യേകിച്ച് ഓരോ ദീപങ്ങളായിട്ട് നമുക്ക് 5 എടുക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് കൊളുത്തി അതിനു മുൻപിൽ വാരാഹിയമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ച് നമുക്ക് ദീപം കൊളുത്താവുന്നതാണ്. അതായത് 5 മൺവിളക്കുകൾ പ്രത്യേകമായിട്ട് എടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ രീതിയിൽ കൊളുത്തിയാലും മതിയാവും. പക്ഷേ നെയ്യൊഴിച്ച് കൊളുത്തണം, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ദീപങ്ങൾ അമ്മയ്ക്ക് മുൻപിൽ കൊളുത്തി വെക്കുക. കൊളുത്തി വെച്ചതിന് ശേഷം നിവേദ്യമായിട്ട് ഇപ്രാവശ്യം മാതള നാരങ്ങയോ അല്ലെങ്കിൽ കൈതച്ചക്കയോ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഈ രണ്ടിൽ ഏതാണ് എടുക്കുന്നതെങ്കിലും തേനൊഴിച്ച് സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രേവതി നക്ഷത്രത്തിലാണ് ഇപ്രാവശ്യം പഞ്ചമി തിഥി വന്നിരിക്കുന്നതെന്നതുകൊണ്ടാണ് ഒന്നെങ്കിൽ മാതള നാരങ്ങ അല്ലെങ്കിൽ കൈതച്ചക്ക എന്ന് ഞാൻ പറഞ്ഞത്, പൈനാപ്പിൾ. അപ്പം ഇത് രണ്ടിൽ ഏതാണെങ്കിലും അത് നമ്മൾ ദേവിക്ക് തേനൊഴിച്ച് തന്നെ സമർപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് ഈ പറഞ്ഞ 2 വസ്തുക്കളും ദേവിക്ക് സമർപ്പിക്കാൻ പറ്റില്ല എന്നുള്ളവർ മാത്രം അമ്മയ്ക്ക് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് സമർപ്പിച്ചാൽ മതിയാവും. അതിനുശേഷം അവിടെ ഇരുന്ന് 5 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത് ശിവ ശംഭു വാരാഹി വാവ സ്വാഹ. ശിവ ശംഭു വാരാഹി വാവ സ്വാഹ. ഈ ഒരു മന്ത്രമാണ് 5 പ്രാവശ്യം ചൊല്ലേണ്ടുന്നത്. 5 പ്രാവശ്യം ചൊല്ലി ദീപത്തിൽ തൊട്ട് തൊഴുത് ആഗ്രഹിച്ച് നടത്തിയെടുക്കേണ്ടുന്ന കാര്യം ദേവിയോട് പ്രാർത്ഥിക്കണം. പിന്നെ ധൂപദീപ ആരതിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കണം. പ്രത്യേകിച്ച് ധൂപ ആരതി, വാരാഹി അമ്മയ്ക്ക് ധൂപം വളരെ വളരെ പ്രിയമാണ്. അതുകൊണ്ട് തന്നെ ധൂപ ആരതി എടുക്കാൻ പറ്റുന്നവരൊക്കെ ധൂപ ആരതി എടുക്കണം. ശേഷം കർപ്പൂര ആരതിയും എടുത്ത് അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് മുൻപിൽ നമ്മൾ വെച്ചിട്ടുള്ള നിവേദ്യം അത് മാതള നാരങ്ങയാണെങ്കിലും അങ്ങനെയല്ല, പൈനാപ്പിൾ ആണെങ്കിലും വീട്ടിലുള്ളവർ മാത്രം കഴിക്കുക. അതിനോടൊപ്പം നമുക്ക് പാനകം വെക്കാവുന്നതാണ്, അതേപോലെ മധുരക്കിഴങ്ങൊക്കെ വെക്കാവുന്നതാണ്. എന്തൊക്കെ കിട്ടുമോ അതൊക്കെ സമർപ്പിക്കാം. അങ്ങനെ ഇല്ലെങ്കിലും ഇത് മാത്രം സമർപ്പിച്ചാൽ മതിയാവും. തീർച്ചയായിട്ടും അടുത്ത പഞ്ചമിക്ക് മുൻപ് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ദേവി കാണിച്ചു തന്നിരിക്കും. അതേപോലെ തന്നെ നാളെ സാറ്റർഡേ ആയതുകൊണ്ട്
ഹനുമാൻ ചാലിസ 7 ദിവസത്തെ, 3 ദിവസത്തെ, 5 ദിവസത്തെ സങ്കല്പമൊക്കെ എടുക്കുന്നവർക്ക് തീർച്ചയായും നാളെ എടുത്തു തുടങ്ങാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് ചെയ്യേണ്ടുന്ന മറ്റൊരു വഴിപാടിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ രാമ രാമ എന്ന് എഴുതുന്നത് ഏത് ദിവസം വേണമെങ്കിലും എഴുതി തുടങ്ങാമെങ്കിലും ശനിയാഴ്ച എഴുതി തുടങ്ങുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. അതേപോലെ ശനിയാഴ്ച ദിവസം വീടിനടുത്ത് ആൽമരമുള്ളവരാണെങ്കിൽ ആൽമരത്തിന് ജലം സമർപ്പിച്ച് 7 പ്രാവശ്യം ആൽമരത്തിൻ്റെ മന്ത്രമുണ്ട്, ആ മന്ത്രം ചൊല്ലി 7 തവണ പ്രദക്ഷിണം ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യം തരും. പ്രദക്ഷിണം ചെയ്തതിന് ശേഷം ആൽമരത്തിൻ്റെ ഇലകളിൽ തൊട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം ആൽമരത്തിനോട് പ്രാർത്ഥിച്ചാൽ 7 ശനിയാഴ്ചകൾക്കുള്ളിൽ ആ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. അത് നമുക്ക് തുടർച്ചയായ എല്ലാ ശനിയാഴ്ചകളിലും ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ആൽമര ചുവട്ടിൽ ഇപ്പം കണ്ടകശനി, 7ര ശനി, അഷ്ടമശനി, ശനിദശയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നല്ലെണ്ണ ദീപം കിഴക്കോട്ടോ വടക്കോട്ടോ ഫേസ് ചെയ്ത് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മളിലെ കർമ്മദോഷങ്ങൾ കുറയ്ക്കാനും ശനി ദോഷം മാറിക്കിട്ടാനും നമ്മളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ശനിയാഴ്ച ദിവസം നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി, പ്രത്യേകിച്ച് ശനി ക്ഷേത്ര ദർശനം നടത്തി ശനി ഭഗവാന് നല്ലെണ്ണ വാങ്ങിച്ച് സമർപ്പിക്കുന്നതും നല്ലെണ്ണ ദീപം കൊളുത്തുന്നതും കരിനീല കളറിലെ വസ്ത്രം വാങ്ങിച്ച് ശനി ഭഗവാന് സമർപ്പിക്കുന്നതും ശനി പീഡകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ആശ്വാസം ലഭിക്കാനുള്ള കാരണമാകും. അതുമാത്രവുമല്ല, ശനിയുടെ മൂലമന്ത്രമായ ശം എന്നുള്ള മന്ത്രം ശനിയാഴ്ച ദിവസങ്ങളിൽ കഴിയുന്നത്ര നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അത് ശനി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നോ ജപിക്കാവുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഒപ്പം തന്നെയുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയാണ്. രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് 8:07 ശേഷമാണ്. അവസാനിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് 7:07 നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ, അതായത് രേവതി നക്ഷത്രം തീരുന്നതിന് മുൻപായിട്ട് എപ്പോൾ വേണമെങ്കിലും രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.